മാറിവരുന്ന പരീക്ഷാ രീതികൾ, ഉയർന്നുവരുന്ന കട്ട് ഓഫ് മാർക്കുകൾ, സിവിൽ എഞ്ചിനീയറിംഗ് പഠനത്തിന് പുതിയ മാനദണ്ഡങ്ങൾ സൃഷ്ടിച്ച് ഗ്രാവിറ്റി എഞ്ചിനീയേഴ്സ് അക്കാദമി. മുന്നേറാം ഗ്രാവിറ്റിയോടൊപ്പം. എന്താണ് ടോട്ടൽ സോളിഡ്സ്? ഇപ്പോൾ ടോട്ടൽ സോളിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാട്ടറിലുള്ള സോളിഡ് പോർഷനെ നമുക്ക് എന്ത് വിളിക്കാം? ടോട്ടൽ സോളിഡ്സ് അല്ലെ. ഈ ടോട്ടൽ സോളിഡ്സ് തന്നെ പല രീതിയിൽ കാണാം. എങ്ങനെ കാണാം? നമുക്കിപ്പോൾ അതിന്റെ പാർട്ടിക്കിൾ സൈസ് വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. പാർട്ടിക്കിൾ സൈസ് വെച്ച് നോക്കുമ്പോൾ സസ്പെൻഡഡ് സോളിഡ്സ് എന്ന് നമുക്ക് വിളിക്കാം, കൊളോയിഡൽ എന്ന് വിളിക്കാം, ദെൻ ഡിസോൾവ്ഡ് എന്ന് വിളിക്കാം. ഇതിൽ തന്നെ നമ്മൾ സൈസ് കമ്പയർ ചെയ്യുമ്പോൾ സൈസ് ഏറ്റവും കൂടിയതിനെ നമുക്ക് സസ്പെൻഡഡ് സോളിഡ്സ് ആയിട്ട് വിളിക്കാം. ദെൻ അതിനേക്കാൾ സൈസ് കുറഞ്ഞതാണെങ്കിൽ അത് കൊളോയിഡൽ സോളിഡ് ആയിരിക്കും. ദെൻ അതിനേക്കാൾ കുറഞ്ഞതാണെങ്കിൽ ഡിസോൾവ്ഡ് സോളിഡ്സ് ആയിട്ടായിരിക്കും വാട്ടറിൽ കാണപ്പെടുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ ഓരോ ഡിറ്റർമിനേഷൻ ടെക്നിക്കും നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ ഇതിൽ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു അഡീഷണൽ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സസ്പെൻഡഡ് സോളിഡ്സിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. That is settleable solids and non-settleable. അപ്പൊ എന്തൊക്കെയാണ്? സെറ്റിലബിൾ സോളിഡ്സ് ആൻഡ് നോൺ സെറ്റിലബിൾ സോളിഡ്സ്. ഓക്കെ, അപ്പൊ ഈ സെറ്റിലബിൾ സോളിഡ്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെറ്റിലബിൾ സോളിഡ്സിൽ നിന്നും PSC പ്രീവിയസ് ഇയർലി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സെറ്റിലബിൾ സോളിഡ്സ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? ആ ഒരു ഇൻസ്ട്രുമെന്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതിന്റെ പേരാണ് ഇംഹോഫ് കോൺ. എന്താണ്? ഇംഹോഫ് കോൺ. അപ്പൊ ഇംഹോഫ് കോൺ ഈസ് യൂസ്ഡ് ഫോർ എന്താണ്? ടു ഫൈൻഡ് ഔട്ട് സെറ്റിലബിൾ സോളിഡ്സ്. ആ ഒരു വേർഡ് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് പഠിക്കുക. സെറ്റിലബിൾ സോളിഡ്സ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇംഹോഫ് കോൺ യൂസ് ചെയ്യുന്നത്. ഇംഹോഫ് കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാ ഒരു കോണാണ്. ഇതിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യും? വാട്ടർ ഫില്ല് ചെയ്യും. വാട്ടർ ഫില്ല് ചെയ്തിട്ട് ഇതിന്റെ ഒരു 2 മണിക്കൂറോളം നമ്മൾ എന്ത് ചെയ്യും? വാട്ടർ ഇതിൽ നമ്മൾ വളരെ സ്റ്റേബിൾ ആയിട്ട് ഇതിനെ വെച്ചേക്കും. അപ്പൊ എന്ത് ചെയ്യും? ഇതിന്റെ അകത്തുള്ള സോളിഡ്സ് ഇതിന്റെ അകത്തോട്ട് വന്ന് സെറ്റിലാവും. ആ സോളിഡ്സിന്റെ മെഷർമെന്റ് നമുക്ക് ഇവിടെ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നിന്ന് എത്രത്തോളം സോളിഡ്സ് അതിനകത്തുണ്ട് എന്നുള്ളത് നമുക്ക് വോളിയത്തിന്റെ ടേംസിൽ നമുക്ക് കിട്ടും. അപ്പൊ ഇതാണ് ഇംഹോഫ് കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തു വെക്കുക. ഈ ഓവസിയ പഠനം ഇനി അനായാസം. പഠിച്ചു തുടങ്ങാം ഗ്രാവിറ്റിയോടൊപ്പം.